എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കാത്തിരുന്ന HST ഇംഗ്ലീഷ് പരീക്ഷയുടെ ഡേറ്റ് വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് 20-ാം തീയതി പരീക്ഷ ഉണ്ടാകും. ഓഗസ്റ്റ് ആദ്യം തന്നെ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നതായിരിക്കും. സോ നമ്മുടെ മുമ്പിലുള്ളത് 80 ദിവസമാണ്. പൂർണ്ണമായിട്ടും 80 ദിവസം നമുക്ക് കിട്ടില്ല. എങ്കിലും ഇംഗ്ലീഷിനെ സംബന്ധിച്ചായതുകൊണ്ട് ഒരു കോഴ്സും കൂടെ തുടങ്ങാനുള്ള സമയമുണ്ട്. ഇനിയും പഠിച്ചു തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മളൊരു കോഴ്സ് ആരംഭിക്കുന്നുണ്ട്. അത് തന്നെ ആദ്യം പറയാം. മെയ് 30-ാം തീയതി എൻ്റെ പേഴ്സണൽ മെൻറ്റർഷിപ്പോട് കൂടിയുള്ള ഒരു ഗോൾഡ് ബാച്ച്, ഒരു പക്ഷേ അവസാനത്തെ ഗോൾഡ് ബാച്ച് ആവാം. ഇനിയും ജോയിൻ ചെയ്യാൻ കാത്തു നിൽക്കുന്നവർക്ക്, പഠനം തുടങ്ങിയിട്ടില്ലാത്തവർക്ക് തീർച്ചയായിട്ടും വരാം. നിങ്ങളെല്ലാം പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2.5 മാസക്കാലം നിങ്ങൾ ലീവ് എടുത്ത് പഠിക്കുക. കാരണം ഇതുപോലൊരു അവസരം ഇനി വരില്ല. സോ എൻട്രിയിൽ കോഴ്സുകൾ ആരംഭിച്ചിട്ട് ഏകദേശം നമ്മൾ ഡിസംബറിലാണ് ആരംഭിച്ചത്. ഒരുപാട് ബാച്ചുകൾ എൻട്രിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. മെൻറ്റർഷിപ്പ് ബാച്ചിലും അതുപോലെ നോർമൽ ബാച്ചിലുമായി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവരുടെ റിവിഷൻ പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു HSTയുടെ വീഡിയോ ആയിട്ട് ആദ്യം വന്നത് ഞാനും ആർഷാമിസുമാണ്. ആർഷാമിസാണ് ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന, ലിറ്റററി ക്രിറ്റിസിസം അതുപോലെ ഡ്രാമ പോലുള്ള കട്ടി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആർഷാമിസാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ HST ഇംഗ്ലീഷിനെ പറ്റി പറയാൻ ആർഷാമിസിന് കാണും. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇനി എങ്ങനെയാണ് ഈ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്, പ്രത്യേകിച്ച് റിവിഷൻ പ്രോസസ്സ് എങ്ങനെയായിരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ആർഷാമിസിലോട്ട് പോകുന്നു. അപ്പോൾ ടീച്ചറിന് എന്താണ് പറയാനുള്ളത്? സർ, ഓഗസ്റ്റ് 20 എന്ന് പറയുന്ന ഡേറ്റ് നമ്മുടെ സ്റ്റുഡൻസ് അത്ര കണ്ട് എക്സ്പെക്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. സെപ്റ്റംബർ ഒരു 10 ഒക്കെയാണ് പ്രതീക്ഷിച്ചത്. എന്നാലും നമുക്കറിയാം എക്സാം വരുമെന്ന് നമുക്കറിയായിരുന്നു. ഓൾറെഡി ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ PSC കലണ്ടറിൽ അപ്ഡേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയത്തെ ദിവസങ്ങളിൽ പ്രോപ്പറായിട്ട് പഠിക്കുക, കൃത്യമായ ഗൈഡൻസ് എടുക്കുക എന്നാണ് പറയാനുള്ളത്. സർ, ഒരു കാര്യം ചോദിച്ചോട്ടെ സർ, ഇപ്പോൾ പുതിയ ബാച്ച് തുടങ്ങുന്നു എന്ന് പറയുന്നു. എന്താണ് ഈ ഒരു ബാച്ചിന്റെ സ്പെഷ്യാലിറ്റി? നമ്മുടെ സാധാരണ മെൻറ്റർഷിപ്പ് ബാച്ച് പോലെ തന്നെയാണ്. മുഴുവൻ പോർഷൻസും കംപ്ലീറ്റ് ചെയ്ത് അതുപോലെ തന്നെ റിവിഷൻ ഉൾപ്പെടെ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 80 ദിവസത്തെ സ്റ്റഡി പ്ലാനോട് കൂടിയാണ് നമ്മുടെ കോഴ്സ് ആരംഭിക്കാൻ പോകുന്നത്. ഈ 80 ദിവസത്തിനിടയ്ക്ക് അവർക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ് എന്ന് പറയുമ്പം നമുക്ക് 7ഓളം ഇംഗ്ലീഷ് അധ്യാപകർ തന്നെയുണ്ട്. അവരുടെ എല്ലാവരുടെയും ലൈവ് ക്ലാസ് കിട്ടും. അതുകൂടാതെ തന്നെ മെത്തഡോളജി, ടീച്ചിങ് മെത്തഡോളജി, അതുപോലെ കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ റിനേസൻസ്, ഈ അധ്യാപകരുടെ, ഇപ്പോൾ രഞ്ജിത് സാർ ആയാലും ശ്യാം സാർ ആയാലും അതുപോലെ തന്നെ നാസിം സാർ ആയാലും ഇവരുടെയൊക്കെ ലൈവ് ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും. ആഴ്ചയിൽ ഒരു 3 ലൈവ് ക്ലാസ് വെച്ച് മിക്കവാറും അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. വാട്സപ്പ് കൂട്ടായ്മ വഴി അവർക്ക് അവരുടെ സംശയങ്ങൾ, അതുപോലെ തന്നെ സജഷൻസ്, പരാതികൾ ഇതൊക്കെ നേരിട്ട് അധ്യാപകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ വരുന്ന ലൈവ് ഫീഡ്ബാക്ക് സെഷനുകളുണ്ട്. അതുവഴി ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്ന് നേരിട്ട് പരാതികൾ സ്വീകരിക്കുക, അവരുടെ ഡൗട്ട്സ് അധ്യാപകരെല്ലാവരും പങ്കെടുക്കുന്ന ഒരു വേദിയായിരിക്കും അത്. അതുപോലെ തന്നെ റിവിഷൻ ടെസ്റ്റ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്. അതേപോലെ മോഡൽ എക്സാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 1-2 മോഡൽ എക്സാമുകൾ, പരീക്ഷ ഇപ്പോൾ ഏതൊക്കെ ഭാഗത്തു നിന്ന് എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ വരും അതിനനുസരിച്ച് അധ്യാപകർ തയ്യാറാക്കിയ മോഡൽ എക്സാമിനേഷൻ നടത്താനും പ്ലാൻ ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ മെൻറ്റർഷിപ്പാണ്. അതുമാത്രമല്ല അവർക്ക് കിട്ടിയിരിക്കുന്ന മെൻറ്റർ ഏറ്റവും നല്ല മെൻറ്ററാണ്. എൻട്രിയിൽ തന്നെ ബെറ്റിയാണ്. അപ്പം ബെറ്റിയുടെ മെൻറ്റർഷിപ്പ് ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്കും പഠനം പാതി വഴിയിൽ നിർത്തിയവർക്കും എല്ലാവർക്കും ഒരു അവസാന ചാൻസാണ്. മിക്കവാറും ഇതായിരിക്കും നമ്മുടെ അവസാനത്തെ മെൻറ്റർഷിപ്പ് ബാച്ച്. നമ്മൾ റിവിഷൻ കോഴ്സൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു ലാസ്റ്റ് ചാൻസ് എന്നുള്ള നിലയിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഈ കോഴ്സിലേക്ക് വരാവുന്നതാണ്. ഇതാണ് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത. റിവിഷൻ ബാച്ചിന് തുടങ്ങിയാലും അതിന്റെ ഗുണം കൂടി ഈ ബാച്ചിന് ഇവർക്ക് കിട്ടും, ലൈവിന് കിട്ടും. അതുപോലെ തന്നെ നിലവിൽ ഏതാണ്ട് 3000-ഓളം MCQs നമ്മുടെ അതായത് നമ്മുടെ ആപ്പിൽ തന്നെ ഉണ്ട്. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതായത് ഒരുവിധം പഠിച്ചിട്ടിരിക്കുന്നവരാണെങ്കിൽ MCQs അറ്റൻഡ് ചെയ്യുകയും റിവിഷൻ അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. ടീച്ചേഴ്സിന്റെ റിവിഷൻ ലൈവുകളും ഒക്കെ ആയിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഡീകോഡിംഗ് ഒക്കെ ഫുൾ സ്വിംഗിൽ തുടങ്ങാൻ പോവാണ്. അതിന്റെ അഡ്വാൻറ്റേജസും ഒക്കെ ഈ ഒരു ബാച്ചിന് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇനി പഠിച്ചാൽ കിട്ടുമോ? അതൊരു വലിയ ചോദ്യമാണ്. എന്താണ് സാർ അത്? നമ്മൾ 60 ദിവസം സ്റ്റഡി പ്ലാനോട് കൂടിയുള്ള കോഴ്സ് ആൾറെഡി റൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്നത് 80 ദിവസമാണ്. നമ്മളെ സംബന്ധിച്ച് ഇത്രയും ദിവസം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഡേറ്റ് വന്നിട്ട് ഉടനെ പരീക്ഷ വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അല്ലെങ്കിൽ തന്നെ ഡേറ്റ് ഇപ്പം വന്നാൽ ഉടനെ തന്നെ പരീക്ഷ വരും. ഒരു കോഴ്സിനുള്ള സമയം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ 80 ദിവസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു വലിയ സമയം തന്നെയാണ്. അവിടെ നമുക്ക് 100% ഉറപ്പാണ് ഇനി പഠിച്ചാലും കിട്ടും.
ധൈര്യമായിട്ട് കോഴ്സ് ജോയിൻ ചെയ്യാം. കോഴ്സ് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുകയും വേണം. ഓക്കെ. പിന്നെ റെഡ്യൂസ്ഡ് സ്റ്റഡി പ്ലാൻ ഈ ഒരു ബാച്ചിന്റെ ഒരു പ്രത്യേകത, അതായത് നമ്മൾ ആദ്യത്തെ ബാച്ചുകൾക്ക് കുറേ വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ടീച്ചേഴ്സ് തന്നെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള, നമ്മൾ പറയുമല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോസ് മാത്രം എടുത്തുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇനി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോസിന്റെ ലെങ്തിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു വിഷയത്തെ പറ്റി ഇത്രയും വീഡിയോസ് കാണും, സോ ഇത്രയും ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഇത്ര ദിവസത്തിന്റെ അകത്ത് മേജർ തീംസ് എല്ലാം കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് എൻട്രി ഇനി പുതിയതായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്. എല്ലാം പുതിയ ക്ലാസ്സുകളാണ്. അത് മാത്രമല്ല, ടീച്ചേഴ്സ് തന്നെയാണ് ഇത് റെഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ആരെങ്കിലും റെഡ്യൂസ് ചെയ്ത് തരുമല്ല, ടീച്ചേഴ്സ് തന്നെയാണ്. അപ്പോൾ അവർക്കറിയാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. അതുപോലെ റിവിഷനും MCQനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു കോഴ്സായിരിക്കും ഇനി വരാൻ പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കോഴ്സ് തന്നെ നിങ്ങൾക്ക് കിട്ടും. കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അഭിപ്രായം പറഞ്ഞാണ് നമ്മുടെ കോഴ്സിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോഴ്സിലേക്ക് വരാവുന്നതാണ്. പിന്നെ മോഡേൺ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ഉണ്ടല്ലോ സാർ. അതെ. ഇപ്പം നമ്മുടെ ട്രഡീഷണൽ ഞാൻ പലയിടത്തും കണ്ടു, നമ്മളിപ്പോൾ ഓൾറെഡി ഇതിന്റെ ഒരു പുറവിലാണ്. സോ പലയിടത്തും കിടക്കുന്നത് ഗ്രാമർ, ബേസിക് ഗ്രാമർ മാത്രമാണ് പലരും പഠിപ്പിക്കുന്നത്. ഇപ്പൊ എൻട്രിയിൽ ഇപ്പൊ ഗ്രാമർ കംപ്ലീറ്റ് സാറാണ് എടുക്കുന്നത്. ഈ ഒരു യൂണിറ്റ് മോഡേൺ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്ന യൂണിറ്റ് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് താനും. അപ്പൊ അതെങ്ങനെയാണ് ഡീൽ ചെയ്തേക്കുന്നത്? ഓക്കെ. ഗ്രാമർ പ്ലസ് വൊക്കാബുലറി നമുക്ക് 20 മാർക്കാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഗ്രാമർ പ്ലസ് വൊക്കാബുലറി എന്നുള്ളത്. അവിടെ തന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിക്കുമ്പം ഒരുപാട് നിലവാരമുള്ള ചോദ്യം അല്ലെങ്കിൽ ഒരുപാട് ഡിഫിക്കൽട്ട് ചോദ്യം ഒന്നും പറയാൻ പറ്റത്തില്ല. ഡിഗ്രി നിലവാരമുള്ള PSC എക്സാമുകളിൽ ചോദിക്കുന്ന ഗ്രാമർ പ്ലസ് വൊക്കാബുലറിയാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെയും ഈ കമ്മ്യൂണിക്കേറ്റീവ് പാർട്ടും അതുപോലെ ടീച്ചർ പറഞ്ഞ മോഡേൺ ഭാഗങ്ങളും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ജംബിൾഡ് സെൻറ്റൻസ് ഉണ്ട്, ജംബിൾഡ് വേർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ കൊളോക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് പാർട്ടും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചോദ്യം കണ്ടാണ് കഴിഞ്ഞ തവണ ചോദിച്ചത്. റീഡിംഗ് കോംപ്രിഹെൻഷൻ കൂടി കിടപ്പുണ്ടെന്ന് തോന്നുന്നു. റീഡിംഗ് കോംപ്രിഹെൻഷൻ കഴിഞ്ഞ തവണ ഇല്ലായിരുന്നു. നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷനെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് വലിയ പ്രശ്നമല്ല, ഇംഗ്ലീഷ് ആയതുകൊണ്ട് അവർക്കത് വിഷയം വരത്തില്ല. പക്ഷേ ചോദിക്കുവാണെങ്കിലും വളരെ കുറച്ച് ചോദ്യങ്ങളെ ഉണ്ടാവും. അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഏറ്റവും ന്യൂ മോഡൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യിക്കുന്നുണ്ട്. ഈവൻ ഈ PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ചെയ്ത ന്യൂ മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വിഷയമാകാൻ സാധ്യതയില്ല. ഓക്കെ. സോ മോഡേൺ ഗ്രാമർ ആണെങ്കിലും അതല്ല ട്രഡീഷണൽ ഗ്രാമർ ആണെങ്കിലും അതുപോലെ തന്നെ കോർ ആണെങ്കിലും ക്രിറ്റിസിസം ഒക്കെ നമ്മൾ പഠിപ്പിച്ചതിനപ്പുറം ഒരു ചോദ്യം പോലും വരാനില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഡ്രാമ ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോകുന്നുണ്ട്. പക്ഷേ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയാനുള്ളത് കോറല്ല, പേപ്പർ 1 ആണ് റാങ്ക് മേക്കിംഗ് എന്നുള്ളതാണ്. സാർ അതിന്റെ ഒരു ഇമ്പാക്ട് എനിക്ക് അറിഞ്ഞൂടെ ഇവർക്ക് എന്തുമാത്രം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അത് നമ്മൾ തുടക്കത്തിലെ എൻട്രിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതും പാർട്ട് 1-നാണ്. പാർട്ട് 1 നമുക്ക് ഒരിക്കലും നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരെ നമ്മൾ കൊണ്ടുവന്നത്. കറണ്ട് അഫയേഴ്സ് ഇപ്പോഴും ആ അധ്യാപകൻ നമ്മുടെ ടീമിൽ തന്നെയുണ്ട്. ഇംഗ്ലീഷിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. എത്ര നാളത്തെ ഇപ്പോൾ പരീക്ഷയുടെ ഡേറ്റ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്, സാർ എന്ന് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദിക്കണം അല്ലെങ്കിൽ പഠിക്കണം. അതിനുള്ള കൃത്യം മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത്ര സമയം വരെയുള്ള, ഇത്ര മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണം. കൃത്യമായിട്ട് അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ റിനേസൻസ്, രഞ്ജിത്ത് സാറ് പറയുന്നത്, സാറ് പറയുന്ന ഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ മതി, അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച്, എൻട്രിയെ സംബന്ധിച്ച് പാർട്ട് 1-ന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോഴ്സ് തുടങ്ങിയത്. പിന്നെ ഡേറ്റ് വന്നതിന് ശേഷം ആണ് പലർക്കും, അതായത് ഇല്ല നമ്മൾ സ്ലീപ്പർ സെൽ ഓഡിയൻസ് എന്നൊക്കെ പറയുന്ന കണക്ക് പഠിക്കണോ വേണ്ടയോ എന്ന് വിചാരിച്ചിരുന്ന ഒരു സെക്ഷൻ ഓഫ് ആൾക്കാരുണ്ട്. അതെ, എല്ലാവരും വിചാരിച്ചത് പരീക്ഷ വരില്ല എന്നും പറഞ്ഞിരുന്ന സമയത്താണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. നോട്ടിഫിക്കേഷൻ വന്നാലും ഡേറ്റ് ഓഗസ്റ്റ് ഒക്ടോബർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒക്ടോബർ മാസത്തിലാണെങ്കിൽ പരീക്ഷ കാണൂ, ചിലപ്പോൾ നീണ്ടുപോകാം എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് പെട്ടെന്ന് വന്നു. പക്ഷേ എക്സ്പെക്റ്റഡ് ആയിരുന്നു, കാരണം ഓഗസ്റ്റ് വരുമെന്ന് അവർ പറഞ്ഞു. എല്ലാം ചിട്ടയായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരീക്ഷ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വാല്യുവേഷനും കഴിഞ്ഞ് ലിസ്റ്റും വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അവസരമാണ്. ആ അവസരം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഇനി എന്താണ് ടീച്ചർ പറയാനുള്ളത്? BHSC വളരെയധികം നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അതുപോലെ തന്നെ ഇപ്പം HM വേക്കൻസീസ് വരുന്നു. HM വേക്കൻസീസ് ബൾക്കായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വേക്കൻസീസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. കോർട്ട് ഓർഡർ നിലനിൽക്കുന്നുണ്ട്. ഏക അധ്യാപകൻ, അതായത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെങ്കിലും ഇല്ലാത്ത സ്കൂളുകളുടെ ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട്. സോ പോസിബിലിറ്റീസ് ഒരുപാട് കൂടുതലാണ്. അവസാന സമയം കുറേ ഗൈഡ്സ് വാങ്ങുന്ന ടെൻഡൻസീസ് കാണിക്കും. എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഇതെല്ലാം എടുത്തു വെക്കുക, ഇതെന്ന് പഠിക്കും എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനോട് കൂടി റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമാവുക, എത്രയും പെട്ടെന്ന് പഠിക്കുക. ഓഗസ്റ്റ് റിവിഷന് വേണ്ടി മാത്രം
മാറ്റി വെക്കുക. ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ നമ്മൾ യൂട്യൂബിലോട്ട് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോടൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഡിസിഷൻ എടുക്കാവുന്നതാണ്. യൂട്യൂബിലൊക്കെ ഒരുപാട് ക്ലാസ് പോയിട്ടുണ്ട്, മാക്സിമം പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, റെഫർ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ സോഴ്സും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ഇപ്പം പറയാൻ വന്നത് മെയിനായിട്ട് വന്നത് അവസാനഘട്ട കോഴ്സ് ആരംഭിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ താഴെ കാണുന്ന നമ്പറിൽ കോഴ്സിനെ കുറിച്ച് അറിയുക, കോഴ്സിൻ്റെ ഭാഗമാകുക. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ആശംസകൾ.